നിങ്ങളിനി കുറച്ച് നേരത്തെ കാണാൻ പോകുന്ന എൻ്റെ കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് കുറേ ദിവസത്തെ കുറേ ക്ലിപ്സ് ഞാൻ സമയം കിട്ടിയപ്പോഴൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഒരുമിച്ചാക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഡ്രസ് റിഹേഴ്സൽസ് നടക്കുന്നു, അതുപോലെ നെയിൽ ആർട്ട് ചെയ്തു. നെയിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടിയ പ്രിവിലേജാണ്. എല്ലാവരും വാരിത്തരും, കാരണം നെയിൽ ആർട്ട് നശിച്ച് പോകാതിരിക്കാം. പിന്നെ നമുക്ക് ബ്രൈഡ് ആകുമ്പോൾ കുറച്ച് പ്രിവിലേജസ് എല്ലാവരും കിട്ടുമല്ലോ. പിന്നെ എല്ലാവരും അവരുടേതായ രീതിയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്. പിന്നെ എൻ്റെ ഹൽദിയുടെ ഡ്രസ്സ് അതായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ആദ്യമായി പന്തൽ വരുന്നു. അത് ഭയങ്കര എന്താ പറയുക, നല്ല രസമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. ലൈറ്റ് വരുന്നു, പിന്നെ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, തമാശകൾ പറയുന്നു. പിള്ളേരാണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെന്താണ്, ഇതായിരുന്നു ഹൽദിയുടെ ഡെക്കർ. അപ്പോൾ കുറേ ലേറ്റായിട്ട് ഇത് ചെയ്ത് കഴിയാനായിട്ട്. അതിനിടയിൽ ഞാൻ മെഹന്തി ഇട്ടു. മെഹന്തി ഇട്ടതിനിടയിൽ പോലും പിള്ളേർ വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണിക്കാൻ ഡാൻസിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ ഹെയർ സ്റ്റൈൽ എനിക്കിന് പിന്നീടിനൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രയൽ നോക്കിയതാണ്. പിന്നെ ഹൽദിയുടെ ആ ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒതുങ്ങി മാറിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. കാരണം ലാസ്റ്റ് ഹൽദിയുടെ ആ ഒരു വെള്ളം നമ്മുടെ തലയിൽ കൂടെ ഒഴിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിരുന്നു. കാരണം ഇനി പനിയൊന്നും പിടിച്ച് പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതെനിക്ക് എല്ലാവരും ആ നന്നായിട്ട് എൻജോയ് ചെയ്യണം കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ പിന്നാമ്പുറ കാഴ്ച എന്ന് എല്ലാവരും അടിച്ചു വരെല്ലാം വൃത്തിയാക്കുന്നു. പിന്നെ കുറേ നല്ല മൊമെൻറ്റ്സിൻ്റെ ഫോട്ടോസ്. പിന്നെ ഇതായിരുന്നു തലേ ദിവസം ഒരു നോർമൽ ധാവണിയായിരുന്നു കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമായി ഗൈസ്, ഞാൻ ബ്രൈഡൽ ലുക്കായി. ഇങ്ങനെ ആയിരിക്കും ഞാനും, അങ്ങനെ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എങ്ങനെ ഇരിക്കും, എങ്ങനെ ആയിരിക്കും, ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതായിരുന്നു ഒരു ലുക്ക്. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്, ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ പോവാണ്. ബൈ.